എണ്ണമയമുള്ള ചർമ്മമാണെങ്കിലും അല്ലെങ്കിലും ഫുള്ളി ക്ലീൻ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് പൗഡർ കാണിച്ചു തരട്ടെ. എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെല്ലാവരും മടി കൊണ്ടാണ് ഇത് പലപ്പോഴും ചെയ്യാനായിട്ട് വിട്ടുപോകുന്നത്. പണ്ട് മുതലേ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞു തരുന്ന അടിപൊളി സംഭവമാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിച്ചു തരാം. സോ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള എൻ്റെ സ്കിന്നും നിങ്ങൾ നോക്കണം. അതുപോലെ ഞാനിത് അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ഓയിലുണ്ട്. നന്നായിട്ട് തന്നെ ക്ലീൻ ഫേസ് ആണ്, ബട്ട് സ്റ്റിൽ ഓയിലുണ്ട്. ഒരുമാതിരി ഡള്ളായിട്ട് ഇരിക്കുകയാണ്, വേർത്തിട്ട് പോലെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ് പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിൽ, ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുപയറിൻ്റെ പൊടിയാണ്. അപ്പം ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ചെറുപയറിൻ്റെ പൊടി പൊടിക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അരിച്ച് വേണം എടുക്കാൻ. തരിതരിയുള്ള പാർട്ടിക്കിൾസ് മാറ്റിയിട്ട് അത് നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും കൂടെ കാലിലോ അല്ലെങ്കിൽ മുട്ടിലൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഫേസിൽ യൂസ് ചെയ്യുമ്പം ഏറ്റവും നേർത്ത നല്ല ഫൈനായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെ കിട്ടും. അത് നോക്കി വാങ്ങുക. നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ബ്രാൻഡൊക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ എടുക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്കതൊരു യെല്ലോ ടിൻറ്റ് വേണമെന്ന് തോന്നാറില്ല. അതുകൊണ്ടാണ് രാത്രിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാറുണ്ട്. പകൽ സമയത്ത് ഒരു പേടിയാണ്. സത്യം പറഞ്ഞാൽ നല്ലതെന്നാണ് പറയുന്നത്. ആ ഒരു യെല്ലോ ടിൻറ്റും മഞ്ഞൾ തേച്ചിട്ട് രാവിലെ നമ്മൾ മുഖം കഴുകുന്നത്, കുളിക്കുന്നതൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങളിത് വൈകുന്നേരമാണ്, രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് രാത്രി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് ഇതിനൊപ്പം മിക്സ് ചെയ്യാം. ഞാനിവിടെ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. പാലോ തൈരോ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഫേസ് വാഷ് പൗഡർ അല്ലേ, അതുകൊണ്ട് ഞാനിതിൽ വെള്ളം തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മാത്രം മതി. ഇത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് ഉണ്ടാക്കാനും ഇടയ്ക്കിടയ്ക്ക് വല്ല പാക്കിലും ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഒരെണ്ണം വാങ്ങി വെച്ചത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കഴിഞ്ഞ 3 തവണ വാങ്ങിയായിരുന്നു. കാര്യം ആദ്യമൊക്കെ എൻ്റെ ഒരു മനസ്സിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട, പൊടിച്ചെടുക്കാം എന്നായിരുന്നു. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ അതൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ വാങ്ങിയിട്ട് അത് നമുക്ക് ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. അതിങ്ങനെ ഈ ഒരു ബോട്ടിലിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 20 രൂപയോ 30 രൂപയോ ആയിരുന്നു ഞാനിത് വാങ്ങുന്ന സമയത്ത്. ആ ഒരു റേഞ്ചിന് തന്നെ നമുക്ക് കിട്ടും. പലയിടത്തും പല റേറ്റ് ആയിരിക്കും. എന്നാലും ഒരു 40 രൂപയിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അത് വാങ്ങിക്കുക. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ഒറ്റയായിട്ട് വാങ്ങാൻ പറ്റില്ല തോന്നുന്നു. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലും കിട്ടത്തില്ല. കുറച്ച് വലിയ പാക്കറ്റ് തന്നെ വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ വാങ്ങിയാൽ മതിയേ. എന്നിട്ട് നമുക്കിതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് വേസ്റ്റായി പോവില്ല. കട്ടകളുണ്ടെങ്കിൽ നമുക്കത് കട്ട അലിയാതെ കിടക്കുമ്പോൾ അത് അത്രയും പ്രോഡക്റ്റ് വേസ്റ്റായി പോകും. നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കട്ടകളൊക്കെ മാറ്റി ഇതുപോലെ കലക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിപ്പം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ ഫേസ് വാഷ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഓയിലായിട്ടുള്ള നോർമൽ ഫേസാണ്. ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാനിത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മസാജാണ് കൊടുക്കുന്നത്. തരിതരിപ്പായിട്ടുള്ള പാർട്ടിക്കിളല്ല ഇത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് മിക്സ് ചെയ്യണം. അതുകൊണ്ട് വെള്ളം കോരി ഒഴിക്കാനല്ല പറഞ്ഞത്. സോ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ വെള്ളം കൂടുതൽ വെച്ചിട്ട് പാക്ക് പോലെ കട്ടിക്കല്ലാതെ കുറച്ച് ഫേസ് വാഷ് പോലെ തന്നെ നന്നായിട്ട് കുറച്ച് ലിക്വിഡായിട്ട് എടുക്കുക. എന്നിട്ട് ഫേസിൽ ഇതുപോലെ വെച്ച് നന്നായിട്ട്
മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണ്ട. ഇത് നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ മാത്രം ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി. രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ സൗകര്യമുള്ളത് അതുപോലെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലായിട്ടാണ് തോന്നുന്നത്, നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ മതി. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒന്നും എല്ലാ ദിവസവും ചെയ്യാറില്ല. ഞാനിങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷേ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതും അതൊന്നും ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല കേട്ടോ. തൈര് വേണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്ത് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. വെള്ളം പോലത്തെ സാധനമല്ലേ, പക്ഷേ ഇതിൽ ചെറിയ തരിയെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്ക്രബ് ചെയ്യാനും മസാജ് ചെയ്യാനും ഒക്കെ 2 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫേസ് വാഷിന് ഇൻസ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. ദേഹത്തൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. ഫേസിൽ മാത്രമാണ് എനിക്ക് ഇത്രയും സെൻസിറ്റിവിറ്റിയുടെ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാര്യം അതിൻ്റേതായ ഗുണം നമുക്ക് കിട്ടും, പക്ഷെ ദോഷം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ്. നമ്മുടെ കടലമാവ് കണ്ടിട്ടുണ്ടോ? ഫൈനായിരിക്കും, ഭയങ്കര ഫൈനായിരിക്കത്തില്ലേ? അതുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും അതുപോലത്തെ പൊടി നിങ്ങൾക്ക് കിട്ടിയാൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ പൊടി എന്ന് പറഞ്ഞാൽ അത്രയും ഫൈനല്ല. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസത്തിലൊരിക്കൽ മാത്രം സജസ്റ്റ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം എല്ലാവർക്കും അങ്ങനെ ഭയങ്കര ഫൈനായിട്ടുള്ള ചെറുപയറിൻ്റെ പൊടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്, അതിനനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം ഇടവിട്ടാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നല്ല ഒരു മസാജ് കൊടുക്കുക. നിങ്ങൾ ഒന്നിടവിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ല മസാജ് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓരോ പാക്കും ഫേസ് വാഷും എല്ലാം പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക. സോ ഞാനിവിടെ നല്ല ഒരു 5 മിനിറ്റിന് താഴെ മാത്രമേ ഞാൻ മസാജ് കൊടുക്കുന്നുള്ളൂ. മൂക്കിൻ്റെ 2 സൈഡിലുള്ള ഡെഡ് സെൽസ് ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡെഡ് സെൽസ് കാരണമാണ് നമുക്ക് ബ്രേക്കൗട്ട്സും പിമ്പിൾസൊക്കെ ഉണ്ടാവുന്നത്. ഡെഡ് സെൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ നിറം മങ്ങും, നമ്മുടെ നിറം നന്നായിട്ട് ഡാർക്ക് ആയതുപോലെ ഉണ്ടാവും, ഒരു ഗ്ലോ ഇല്ലാത്തതുപോലെയൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസ് വാഷ് പൗഡർ നന്നായിട്ട് വർക്കാവും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി. അല്ലാത്ത ദിവസം നമ്മളിതിപ്പോൾ യൂസ് ചെയ്യാത്ത ദിവസമോ അല്ലെങ്കിൽ വൈകുന്നേരമോ രാവിലെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു നേരമല്ലേ ചെയ്യുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധാരണ ഒരു ജെൻറ്റിലായിട്ടുള്ള മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാം. കണ്ടോ, ഞാനിപ്പോൾ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇത് വച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് മസാജ് കൊടുക്കുക, വാഷ് ചെയ്ത് കളയുക, അത്രയും മതി. ഫേസ് വാഷ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് വച്ചിരിക്കേണ്ട. എനിക്ക് സൂപ്പർ റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ ഈ വെള്ളം തുടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നിലുള്ള ഓയിലും ഡേർട്ടും അതുപോലെ തന്നെ ഡെഡ് സെൽസും മുഴുവനായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്യുക. നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്കൊരു ഇംബാലൻസ് തരാതെ നമ്മുടെ ആ ഒരു എണ്ണമയം മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചില ഫേസ് വാഷൊക്കെ ഓയിലി സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുമ്പം എക്സ്ട്രാ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അതും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നല്ലതേ അല്ല. അത് റിങ്കിൾസും വേറെ കുറേ പ്രോബ്ലംസും ഉണ്ടാക്കും. സോ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്വെറ്റും എക്സ്ട്രാ ഉള്ള ആ ഒരു ഓയിലിനെസ് എണ്ണമയം മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ സ്കിൻ എപ്പോഴാണോ ഇനി അടുത്ത ഓയിലി ആവുന്നത് അത് താനെ ആയിക്കോളും. അല്ലാതെ എക്സ്ട്രാ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ സ്കിൻ എങ്ങനെയാണോ സ്വാഭാവികമായിട്ടുള്ളത് അതിന് ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു 15 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് സ്കിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുക. രാവിലെയും വൈകുന്നേരവും സ്കിൻ കെയർ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ
യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി, ഇത്രയും തന്നെ മതി. നിങ്ങളിപ്പം 10-15 സ്റ്റെപ്പുള്ള സ്കിൻ കെയർ ചെയ്യണമെന്നോ സിറം യൂസ് ചെയ്യണമെന്നോ ലക്ഷറി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, തെറ്റൊന്നും ഉണ്ടെന്നല്ല. പക്ഷേ ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് സ്കിൻ കെയർ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസീവ് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ സ്കിന്ന് കെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. അത് മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല റിസൾട്ടും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഈ ഹോം റെമഡീസ് എല്ലാം തന്നെ ഇത്രയും റിസൾട്ട് തരുമ്പോൾ നമ്മൾ എന്തിനാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങുന്നത്? ചിലർക്ക് ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങാം. പക്ഷേ ഇത് തന്നെ സൂപ്പറാണ്, അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം കുടിച്ച് നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കുക. സ്കിൻ്റെ വ്യത്യാസം കണ്ടോ? നല്ല രീതിയിൽ സ്കിൻ അടിപൊളി ഗ്ലോയിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനത് തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്ത് തരാം, എനിക്കറിയാവുന്നത് പോലെയൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് പറയാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് പറയണം തോന്നി. തീർച്ചയായിട്ടും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ടാറ്റാ, ബൈ.